നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചന്ദ്രനിലേക്കുള്ള യാത്രക്കിടെ നാസയുടെ ആർട്ടിമിസ് 2 സംഘം പകർത്തിയ ഇപ്പോൾ ഭൂമിയുടെ ഒരു അത്യപൂർവ ദൃശ്യമാണ് ഇപ്പോൾ നാസ പുറത്തുവിടുകയും അത് വലിയ രീതിയിൽ അത് വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരിക്കുകയാണ്. 53 വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയുടെ ഇത്തരത്തിലുള്ള ഒരു ചിത്രം പുറത്തു വരുന്നത്. അപ്പോളോ 17 ദൗത്യത്തിനിടെ ഹാരിസൺ ഷ്മിറ്റ് ആണ് ഭൂമിയുടെ ചിത്രം ആദ്യമായി പകർത്തിയത്. ബ്ലൂ മാർബിൾ എന്നറിയപ്പെടുന്ന ആ ചിത്രം ചരിത്ര പ്രസിദ്ധമാണ്. 4 പേരെ വഹിച്ച് SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് കുതിച്ചുയർന്നത്. SLS എന്ന ഭീമൻ റോക്കറ്റിൽ ഒറയോൺ എന്ന യാത്രാ പേടകത്തിലാണ് യാത്ര. മിഷൻ കമാൻഡർ നാസയുടെ റെയ്ഡ് വൈസ്മാൻ, മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ നാസയുടെ ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ ബഹിരാകാശ ഏജൻസിയുടെ ജെർമി ഹാൻസൺ എന്നിവരാണ് ആ പേടകത്തിലുള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പച്ച നിറത്തിൽ പ്രകാശം പരത്തുന്ന ധ്രുവദീപ്തിയും ഈ ചിത്രങ്ങളിൽ തെളിഞ്ഞു കാണാം. നമ്മുടെ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നാം എല്ലാവരും ഒത്തുചേർന്ന് ആ കാഴ്ച കാണുകയാണ് എന്ന് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നാസ കുറിച്ചു. അപ്പോളോ ദൗത്യങ്ങളുടെ കാലത്തെ ചിത്രങ്ങളെ അപേക്ഷിച്ച് അത്യാധുനിക ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തിയ ഈ ദൃശ്യങ്ങൾ ഗ്രഹത്തിന്റെ ഉപരിതലത്തിലെ ഓരോ സൂക്ഷ്മതയും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോളോ ദൗത്യങ്ങളിൽ നിന്ന് ആർട്ടിമിസിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ഇത്തരത്തിലുള്ള ഉയർന്ന ഗുണമേന്മയുള്ള ദൃശ്യങ്ങളാണ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലും ഉപരിതലത്തിലും എത്തുമ്പോൾ ഇതിലും മികച്ച ചിത്രങ്ങളും വീഡിയോകളും ലഭ്യമാകുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. മനുഷ്യരാശിയുടെ ബഹിരാകാശ പര്യവേക്ഷണത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ലോകമെമ്പാടും തരംഗമായി കഴിഞ്ഞു. അപ്പോളോ ദൗത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന ഗുണമേന്മയുള്ള ചിത്രങ്ങളാണ് ആർട്ടിമിസ് ദൗത്യത്തിലൂടെ പുറത്തു വരുന്നത്. അപ്പോളോ ദൗത്യത്തിൽ നിന്ന് ആർട്ടിമിസിനെ വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെയാണ്. ചന്ദ്രന്റെ ഉയർന്ന ഗുണമേന്മയുള്ള ബഹിരാകാശ ദൃശ്യങ്ങൾ പകർത്താൻ ആർട്ടിമിസ് 2 ദൗത്യ സംഘങ്ങൾക്ക് സാധിക്കും. ചന്ദ്രനിൽ ഇറങ്ങിയാലും കൂടുതൽ മികവുറ്റ ചിത്രങ്ങൾ പ്രതീക്ഷിക്കാം. 54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ചത്. 4 പേരെ വഹിച്ച് SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് കുതിച്ചുയർന്നത്. SLS എന്ന ഭീമൻ റോക്കറ്റിൽ ഒറയോൺ എന്ന യാത്രാ പേടകത്തിലാണ് യാത്ര. മിഷൻ കമാൻഡർ നാസയുടെ റെയ്ഡ് വൈസ്മാൻ, മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ നാസയുടെ ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ ബഹിരാകാശ ഏജൻസിയുടെ ജെർമി ഹാൻസൺ എന്നിവരാണ് ഈ പേടകത്തിലുള്ളത്. 10 ദിവസം കൊണ്ട് ചന്ദ്രനെ ചുറ്റി തിരിച്ചു വരികയാണ് ദൗത്യ ലക്ഷ്യം. മനുഷ്യരുമായി ഒരു ബഹിരാകാശ യാനവും ചെന്നിട്ടില്ലാത്ത അത്രയും ദൂരത്തിൽ ദൗത്യത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒറയോൺ എത്തും. 4 പേരും കെനഡി സ്പേസ് സെന്ററിലെ പ്രത്യേക ക്വാറന്റീൻ സംവിധാനത്തിലായിരുന്നു. ഉറക്കവും ഭക്ഷണവും ജലപാനവും പോലും കർശന നിയന്ത്രണത്തിലായിരുന്നു. ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആദ്യ സ്ത്രീയാണ് ക്രിസ്റ്റീന കോച്ച്. വിക്ടർ ഗ്ലോവർ ആദ്യ കറുത്ത വർഗ്ഗക്കാരനും ജെർമി ഹാൻസൺ ആകട്ടെ ആദ്യ അമേരിക്കൻ ഇതര സഞ്ചാരിയും. യാത്രയിൽ 4 പേർക്കും കൂട്ടായ റൈസ് എന്ന ചെറുപാവയുമുണ്ട്. അതിനകത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്ത 56 ലക്ഷം മനുഷ്യരുടെ പേരടങ്ങിയ മെമ്മറി കാർഡും. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മനുഷ്യനെ വഹിച്ചുകൊണ്ട് പോകുന്ന ആദ്യ ദൗത്യമാണ് ആർട്ടിമിസ് 2. അപ്പോളോ 17 സംഘം ചന്ദ്രോപരിതലത്തിൽ കാല് കുത്തിയെങ്കിൽ ആർട്ടിമിസ് 2 അംഗങ്ങളെ വഹിക്കുന്ന ഒറയോൺ പേടകം 10 ദിവസം കൊണ്ട് ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇതുവരെയുള്ള യാത്ര വളരെ സുരക്ഷിതമാണ്. സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും ഇല്ല. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഏറ്റവും മികച്ച മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ആർട്ടിമിസ് 2 ഇപ്പോൾ ചിത്രമെടുത്ത് അത് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ഇതിലും മികച്ച ചിത്രങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം.